ഒരു മുട്ടയും ഒരു കപ്പ് മൈദപ്പൊടിയും വെച്ചിട്ട് നമ്മുടെ ചായക്കട സ്പെഷ്യൽ പലഹാരം ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 4 ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പഞ്ചസാരൊക്കെ മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു മൈദപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മാവ് നമ്മൾ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മാവ് നമ്മളൊരു 15 മിനിറ്റ് മുതൽ അല്ലെങ്കിൽ അരമണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിന്ന് ഏലക്കായൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു തവി മാവ് നമുക്ക് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആ ഭാഗം കൂടെ ഫ്രൈ ആയി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാൽപ്പൊരിയാണ് കേട്ടോ. നമ്മുടെ മലപ്പുറത്തുകാർക്കൊക്കെ ഇത് മാൽപ്പൊരിയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.